السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد عباد الله أوصيكم وإياي بتقوى الله. 2 മണിക്കൂറും 8 മിനിറ്റും നീണ്ടുനിന്ന നമ്മുടെ പ്രിയപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവിയുടെ ക്ലാസിന്റെ ശേഷം ആണ് ഇനി ഏതാനും ചില വിഷയങ്ങൾ പറയാനുള്ളത്. 2 മണിക്കൂറും 8 മിനിറ്റും നീണ്ടുന്ന പ്രസംഗം അതിലേക്ക് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റിന്റെ അത്ര ദൈർഘ്യം തോന്നുള്ളൂ അല്ലെ. വളരെ ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുകയാണെങ്കിൽ അതിൽ ആകർഷകരായ ആളുകൾക്ക് ആ സമയം പോയത് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ നൽകിയ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇപ്പൊ സിംസാറുൽ ഹഖ് ഹുദവി എന്നൊക്കെ പറഞ്ഞാല്. പണ്ടാരോ പറഞ്ഞ്, പണ്ടല്ല പടത്തന്നെ ആരോ ഇവിടെ വായിക്കുകയോ അതല്ലേ ആരോ പറയുന്നത് കേൾക്കുകയോ ചെയ്തിട്ടുണ്ട്. സാക്കിർ നായിക്കിന് പകരം സുന്നി കേരളത്തിന് നൽകാനുള്ള സംഭാവനയാണ് സിംസാറുൽ ഹഖ് ഹുദവി എന്നത്. ഏത് മറ്റ് മതസ്ഥരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും മറ്റു മതസ്ഥരുടെ ആശയങ്ങളും ഇസ്ലാമിക വിഷയങ്ങളും തമ്മിൽ താരതമ്യ പഠനം നടത്തി പ്രസംഗിക്കുകയും മറ്റു ആളുകൾക്ക് നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മറുപടി നൽകാനും ഒക്കെ സാധിക്കുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സിംസാറുൽ ഹഖ് ഹുദവി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇൽമിലും അദ്ദേഹത്തിന്റെ കഴിവിലൊക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിന് അദ്ദേഹത്തിനെ കൊണ്ട് വലിയ ഗുണം അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എന്റെ സഹോദരന്മാർ, എന്തെങ്കിലും സിംസാറുൽ ഹഖ് ഹുദവിന്റെ ഇമെയിൽ ID എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു തരുമോ? കുറെ നേരമായി ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു. ഒരാളെ ഇമെയിൽ അങ്ങനെ ഞാൻ കൊടുക്കൂല, കാരണം അയാൾക്ക് തൃപ്തി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലോ. ഞാൻ ഒരാൾക്ക് അദ്ദേഹം എനിക്ക് ഇത് കേട്ടില്ല കേട്ടോ. എനിക്ക് നേരത്തെ അദ്ദേഹം PhD ചെയ്തിരുന്നു. PhD ഞാൻ അതിന് മറുപടി കൊടുത്തില്ല. പിന്നെ പല പ്രാവശ്യം പബ്ലിക് ടെക്സ്റ്റിംഗ് ചെയ്യണമെന്ന് കണ്ടു. ഇനി എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഇമെയിൽ ID. ഇനി അറിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് സമ്മതം ഇല്ലാതെ വേറെ ആർക്കും കൊടുക്കുകയും ചെയ്യൂല. അദ്ദേഹത്തിനോട് അപ്പൊ നിങ്ങൾ അദ്ദേഹത്തോട് എങ്ങനെ ബന്ധപ്പെടുക, അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം തൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹം തരും, അതല്ലേ? അപ്പൊ അതാണ് അതിന്റെ സംഗതി. അതല്ല വേറെ ആരും ചോദിക്കരുത്. വേറെ ആരും ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുകയും ചെയ്യരുത്. ഒരാളെ ഇന്നാളെ ഇമെയിൽ ID തരുമെന്നേ ഒരാൾ ചോദിച്ചാൽ അത് കൊടുത്താൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല നമുക്കറിയില്ലോ. അപ്പോ പിന്നെന്താണ്, ഉസ്താദെ, മാതാവ്, പിതാവ്, സഹോദരി, സഹോദരന്മാർ, ഭാര്യ, മക്കൾ എന്നിവർക്ക് സക്കാത്തിന്റെ ഓഹരി കൊടുക്കാമോ? ചെലവിന് കൊടുക്കാൻ നിർബന്ധമുള്ള ആളുകൾ ഉണ്ടല്ലോ, ചെലവ് കൊടുക്കാൻ നിർബന്ധമായവര്, അവർക്ക് സക്കാത്ത് കൊടുത്താൽ കൂടൂല. ഉദാഹരണം പറയാം, ഭാര്യ എത്ര ധനാഢ്യയാണെങ്കിലും ശരി, അവൾക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതപ്പെട്ടതാ. ആ ഭാര്യക്ക് ഭർത്താവിന്റെ സക്കാത്തിന് മുതൽ ഭാര്യക്ക് കൊടുത്താൽ പറ്റൂല, അത് സഹിയാവുകയില്ല. അതുപോലെ തന്നെ പ്രായപൂർത്തി എത്താത്ത മക്കളാണ്, അവർക്ക് കൊടുത്താലും ശരിയാവൂല. അതേസമയത്ത് പ്രായപൂർത്തി എത്തിയ മക്കളാണ് നിൽക്കുക. പ്രായപൂർത്തിയൊക്കെ എത്തി അധ്വാനിക്കാനൊക്കെ കഴിവുള്ള പിന്നെ മക്കളാണ്. അവർക്ക് എന്ത് ചെയ്ത്, പക്ഷെ അവർ സക്കാത്തിന്റെ അവകാശികളാണ്. എന്നാൽ ഇയാൾക്ക് എന്ത് ചെയ്യാ, വാപ്പാക്ക് അവർക്ക് സക്കാത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കെട്ടിച്ച പെൺകുട്ടികളാണ്, അവർ സക്കാത്തിന്റെ 8 അവകാശികളിൽപ്പെട്ട അവകാശി ആരെങ്കിലും ആണ്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കാം. അതുപോലെ മാതാപിതാക്കൾക്ക് സ്വന്തം കഴിവുണ്ട് നിൽക്കുക. മാതാപിതാക്കൾക്ക് അവരുടെ ചെലവിനുള്ള മാർഗം അവർക്കുണ്ട്. എന്നാൽ അവർക്ക് പിന്നെ സക്കാത്ത് കൊടുത്ത് ചെലവിന് കൊടുക്കാൻ നിർബന്ധമില്ല. പക്ഷെ അതേ സമയത്ത് അവര് സക്കാത്തിന്റെ അവകാശിയാണ്, എന്നാലും അവർക്ക് സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. എങ്ങനെ അത് അല്ലേ? മാതാപിതാക്കൾ കഴിവുണ്ട്, പക്ഷെ അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അതെങ്ങനെ എന്നൊരു സംശയം ഉണ്ടാകും. എന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അതിനുള്ള കഴിവ് അവരുടെ അടുക്കലുണ്ട്. പക്ഷെ അതേ സമയത്ത് കുറെ കടമ്പ് നിൽക്കുക. അപ്പൊ കടക്കാരൻ സക്കാത്തിന്റെ അവകാശിയാണല്ലോ. വാപ്പാക്ക് എന്തുണ്ട്, വാപ്പാക്ക് ഭക്ഷണത്തിന്റെ കഴിവുണ്ട്, അതുപോലെ തന്നെ വസ്ത്രത്തിനുള്ള മാർഗവും വാപ്പാക്കുണ്ട്, താമസിക്കാനുള്ള വീടിന്റെ മാർഗവും വാപ്പാക്കുണ്ട്, മറ്റു ചെലവ് കഴിഞ്ഞുവിടാനുള്ള മാർഗം ഒക്കെ വാപ്പാക്കുണ്ട്. പക്ഷെ വാപ്പാക്ക് എന്തുണ്ട്, വലിയ കടമുണ്ട്. കടം വീട്ടാൻ വാപ്പാക്ക് വേറെ മാർഗമില്ല. എന്നാൽ മകന്റെ സക്കാത്ത് എന്ത് ചെയ്യാം, കടക്കാരൻ എന്ന നിലക്ക് വാപ്പാക്ക് കൊടുക്കാം. അപ്പൊ ഭാര്യക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അതുപോലെ പ്രായപൂർത്തി എത്താത്ത മക്കൾക്കും കൊടുക്കാൻ പറ്റൂല. പ്രായപൂർത്തി എത്തിയ മക്കൾ അവർ സക്കാത്തിന്റെ അവകാശികളാണെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ മാതാപിതാക്കൾ അവർക്ക് സ്വന്തം ചെലവിനുള്ള മാർഗമുണ്ട്, പക്ഷെ അതേസമയത്ത് അവർ സക്കാത്തിന്റെ അവകാശികളാണ്, എന്നാൽ സക്കാത്ത് കൊടുക്കാം. ഇനി അവർ സ്വന്തമായ ചെലവിന്റെ മാർഗം ഇല്ല നിൽക്കാം മാതാപിതാക്കൾക്ക്,
എന്നാൽ ഈ മകന്റെ മേൽ നിർബന്ധമാണ് അവർക്ക് ഭക്ഷണം, അവർക്ക് ചെലവ് കൊടുക്കുന്ന നിർബന്ധമാണ്. അപ്പൊ അവർക്ക് ആ സമയത്ത് ഇവന്റെ സക്കാത്ത് അവർക്ക് കൊടുക്കാനും പറ്റുകയില്ല. പിന്നെ സഹോദരന്മാര് അവർക്കൊന്നും ചെലവ് കൊടുക്കാൻ ഇവന്റെ മേൽ നിർബന്ധമില്ല, അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം. ഈ ചോദ്യകർത്താവിന് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കേൾക്കുന്നു അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കണ ഈ ചോദ്യം ചോദിച്ച ആൾ പെടണ്ടപ്പോ PM ചെയ്ത് ചോദിച്ച ആൾ പെടണ്ടാന്ന്. ഈ PM ചെയ്ത് ചോദിച്ച ആൾ പെടണ്ട ഇല്ല തോന്നല്ലേ? ഉണ്ട്. ഇപ്പൊ സംഗതി മനസ്സിലായല്ലേ? ഓക്കെ. അങ്ങക്ക് ആ മറുപടി ഒന്ന് വേഗം തന്നൂടെ, ഇങ്ങനെ ചോദിക്കാൻ നിൽക്കണ. വേഗം ആളുണ്ടോ ചോദിച്ചാൽ അത്ര പണിയില്ല. ആ മലയാളത്തിൽ ഓക്കെ എന്നൊക്കെ ആക്കാൻ നിൽക്കണം. ഇപ്പൊ ഒരു ഒറ്റ അക്ഷരം അല്ലേ? എസ് ഒന്നാണ് ഞെക്കിയാൽ മതി. എസ് ഒന്നാണ് ഞെക്കിയാൽ മതി. ഇന്നത് ഇങ്ങനെ നമ്മൾ ചോദിക്കാൻ നിൽക്കണം. എല്ലാവരും കുറെ ചിന്തിക്കണ്ടല്ലേ? എന്ത് ഓക്കെയാണ് മലയാളത്തിൽ എഴുതണമെങ്കിൽ എത്ര പണിയല്ലേ? ഓ ഉണ്ട്. ആ ഒരു ഓ പിന്നെ അതിന്റെ ആ ദീർഘം ഉണ്ടല്ലോ, അത് വേണം. പിന്നെ അതിന്റെ അങ്ങനത്തെ കെട്ട്, അതൊക്കെ. അതേ സമയത്ത് ഒരു എസ് ആണ് ഒരു ഒറ്റ പ്രാവശ്യം എസ് കൊണ്ട് പിന്നെ അമർത്തിയിട്ട് അതാണ് സെൻഡ് ചെയ്താൽ ആ വിഷയം കഴിഞ്ഞില്ലേ? നമ്മളിവിടെ ആളുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കുക. അപ്പൊ എന്റെ സഹോദരന്മാർ അവർക്കൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ഉസ്താദെ, ഞാൻ സെയിൽസ്മാനാണ്. എന്റെ കച്ചവടം വളരെ കുറഞ്ഞു വരുന്നു. ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ കച്ചവടത്തിലേക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. മാന്യമായ വരുമാന മാർഗം ആ കച്ചവടം മുഖേന നിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. കടബാധ്യതകളും മറ്റു ബാധ്യതകളൊക്കെ അല്ലാഹു തആല കൂട്ടി തരട്ടെ. അത് നിങ്ങൾക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറ അൽ ബഖറ 119 വ്യാഖ്യാനത്തിൽ കാണുന്നു, എന്താണ് ഇന്ന അബി വ അബാക്. ഇതേ നമ്മൾ ആ വിഷയത്തിൽ ചർച്ചന്റെ വിഷയം തന്നെ ഇല്ല. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മാതാപിതാക്കളെ നരകത്തിലും സ്വർഗത്തിലും കടത്താൻ നമ്മൾ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ലെങ്കിൽ എന്താ അത്ര വരാറുള്ളത്? വേറെ എന്തെല്ലാം കാര്യം പഠിക്കാണ്ടെന്ന് അല്ലേ? വേറെ എന്തെല്ലാം അവിടെ കാര്യങ്ങൾ പഠിക്കാണ്ട്. എന്നിട്ട് ഇപ്പൊ വേറെല്ലാം പഠിച്ച് എന്തെല്ലാം മനുഷ്യന് അമലുകളെ കുറിച്ച് ചിന്തിക്കാണ്ട്, പിന്നെ ഇന്ന സൂറത്ത് ഓതി ഇത്ര പ്രതിഫലം, ഇന്ന ദിക്ർ ചൊല്ലിയ എത്ര കൂലി, അങ്ങനെ അല്ലാഹു തആലയുടെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട് അവന്റെ മീസാനിൽ പിന്നെ ഭാരം നൽകാനുള്ള ശ്രമം നടത്തല്ലേ വേണ്ടത്. എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ നിൽക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണത്. അപ്പൊ ഇത് നിങ്ങളത് ചെയ്യരുത്. അല്ലാഹു തആല ഒരിക്കലും ചോദിക്കൂല റസൂലുള്ളാഹിന്റെ ഭാര്യ അല്ല മാതാപിതാക്കൾ നരകത്തിലാണ് സ്വർഗത്തിലാകാണെന്ന് ഒരിക്കലും മരിച്ചെന്ന് ഞങ്ങളോട് ചോദിക്കൂല. എന്നാ പോരപ്പോ ആ കാര്യം നമുക്ക് കേൾക്കാം. എന്നാൽ അല്ലാഹു തആല ചോദിക്കണ പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മറുപടി കാണാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് കേട്ടു. എന്റെ സംശയം, കുട്ടി ജനിച്ചാൽ ബാങ്ക് കൊടുക്കുമ്പോൾ അപ്പോൾ സംസാരിക്കാൻ പറ്റുമോ? എല്ലാ ബാങ്കും കേൾക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതല്ല, ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക്. അതാണ് ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ്. അതിന് ഉത്തരം നൽകലാണ് സുന്നത്ത്, സംസാരിക്കാതിരിക്കലാണ് സുന്നത്ത്. അതാണ്. അല്ലാതെ എപ്പോ ഒരു കുട്ടിക്ക് മദ്രസത്തെ ഉസ്താദ് ചിലപ്പോ ബാങ്ക് പഠിപ്പിക്കുന്നുണ്ടാവും, അപ്പൊ അതല്ല ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്കിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഉസ്താദെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉമ്മ ഒരു നിത്യരോഗിയാണ്. ഒന്നിന് പിറകെ ഒന്നായി അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യം കാലിലെ ഞരമ്പിന് ഓപ്പറേഷൻ ചെയ്തു. പ്ലാസ്റ്റർ, ഷുഗർ, കൈ
പ്ലാസ്റ്റർ, ഷുഗർ, കൈവേദന, പ്രഷർ, ഷുഗർ എന്ന് വെച്ചാൽ എങ്ങനെയല്ലേ? പ്ലാസ്റ്റർ അല്ല, പ്രഷർ, ഷുഗർ, കൈവേദന, വയറിനകത്തെ മുഴ, തടി, പടച്ചോനെ, അങ്ങനെ കുറെ അസുഖങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫضل കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ഉമ്മാക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. ഏത് മാരകമായ രോഗാണ് ശരി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫضل കൊണ്ട് മാറ്റി കൊടുക്കട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കഷ്ടപ്പെടുത്താതിരിക്കട്ടെ, ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ദുആ ചെയ്യാൻ പറയാൻ പറ്റിയ റൂം SK റൂമോ? നിങ്ങൾ വേറെ എവിടെനെ പറ്റുമെങ്കിൽ അറിവ് പറഞ്ഞോളി. നമ്മളിവിടെ അങ്ങനെ പ്രചരിപ്പിച്ചില്ല. അപ്പോൾ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ദുആ ചെയ്യാൻ പറയാൻ പറ്റുന്ന റൂമാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടോളി നമ്മളോട് ആരോടും പറഞ്ഞിരുന്ന. എന്ത് പൊട്ടത്തിലാണ് സഹോദരന്മാർ നിങ്ങൾ ഈ വേറെ എന്തെല്ലാം പണിയുന്നില്ലേ? ഒരു പ്രായപൂർത്തിയും ബുദ്ധിയെത്തിയ മനുഷ്യന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ട്. ഉസ്താദ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുഖം അല്ലേ? അൽഹംദുലില്ലാഹ് സുഖാണ്. ഉസ്താദേ എന്താണ് വഴിയിൽ നിന്ന് വീണു കിട്ടിയ സൗദി റിയാൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാവോ? ഒന്ന് വിവരിച്ചാലും ദുആ വസിയത്തോടെ. എല്ലാം അതും പറ്റൂല. വഴിയിൽ നിന്ന് വീണു കിട്ടിയ മുതലേ അത് അതിന്റെ ഉടമസ്ഥന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. വഴിയിൽ നിന്ന് വീണ് കിട്ടിയ മുതല് അത് അതിന്റെ ഉടമസ്ഥനെ അന്വേഷിക്കുക. ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നോട്ടീസ് എഴുതി പറ്റുകയോ അല്ലെങ്കിൽ ആള് വിളിച്ചു പറയുകയോ ഒക്കെ ചെയ്യാം. അത് വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ 1 വർഷം വിളിച്ചു പറയണം. 1 വർഷം പ്രചാരണം നടത്തണം. വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് നമുക്കെന്നെ തീരുമാനിക്കാൻ പറ്റും. എത്ര വലിയ സംഖ്യ എത്ര എന്നുള്ളത്. അത് നമുക്കെന്നെ തീരുമാനിക്കാം. ഉദാഹരണം, അത് സാധാരണ മനുഷ്യന്മാര് പിന്നെ അത്ര മെയിൻറ്റ് ചെയ്യാത്ത സംഖ്യ ഉണ്ടാവും അല്ലെ. ഉദാഹരണം പറഞ്ഞ 1000 റിയാലൊക്കെ വീണ് കിട്ടി നിൽക്കുക. അത് സാധാരണ ജനങ്ങൾ ഒരു കണക്കിലെടുക്കുന്ന സംഖ്യയാണത്. അപ്പൊ അങ്ങനെ 1000 റിയാല്, 500 റിയാല് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അത് ആളുകൾ അത് കണക്കിലെടുക്കുന്ന സംഖ്യയാണ്. അപ്പൊ അത്തരം സംഖ്യകളൊക്കെ ആണെങ്കിൽ 1 വർഷം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നോട്ടീസ് എഴുതി പറ്റിക്കുകയോ അതിലേക്ക് വിളിച്ചു പറയുകയോ വേണം. ഒരു സംഖ്യ കിട്ടിയിട്ടുണ്ട്, അതിന്റെ പിന്നെ ലക്ഷ്യത്തോട് തെളിവ് സഹിതം വരികയാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ബന്ധപ്പെടുക, അങ്ങോട്ട് ആളെ അഡ്രസ്സും മറ്റൊക്കെ എഴുതി പറ്റിക്കുക എന്നൊക്കെ ചെയ്യാം. അങ്ങനെ 1 വർഷം അത് പ്രചരിപ്പിക്കാൻ നിർബന്ധമാണ്. ആ 1 വർഷത്തിന്റെ ഇടയിൽ അവനത് ഉപയോഗിക്കാൻ പാടില്ല. ആ 1 വർഷത്തിന്റെ ഇടയിലേ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി ആ സംഖ്യ അവനെടുക്കാൻ പാടില്ല. അത് അവിടെ സൂക്ഷിച്ചു വെക്കണം. 1 വർഷം കഴിഞ്ഞിട്ടും ആള് വരണില്ല നിൽക്കുക. എന്നാൽ അത് താൽക്കാലികമായി അയാൾക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് എടുക്കാം. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ആള് വന്ന് നിൽക്കുക, അപ്പൊ തിരിച്ചു കൊടുക്കുകയും വേണം. ഇനി അതല്ല, ഇനി ആ കിട്ടിയ സംഖ്യ അത്ര വലിയ സംഖ്യ ഒന്നുമില്ല, ജനങ്ങൾ അത്ര ഗൗരവത്തിൽ കണക്കിലെടുക്കുന്ന സംഖ്യയല്ല. ഒരു ഉദാഹരണം പറയാൻ 10 റിയാലാണ്, ഒരു 50 റിയാലാണ്, 100 റിയാലാണ്. അപ്പൊ അതൊക്കെ അതിങ്ങനെ ഒരു കൊല്ലം ഇങ്ങനെ ഉച്ചാരണം എടുക്കൊന്നും വേണ്ട. ഒരു 10 റിയാലൊക്കെ ആണെങ്കിൽ അപ്പൊ അവിടെ ആൾക്കാർ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഒന്ന് വിളിച്ചു പറയാം, ആരെങ്കിലും കുറച്ച് പൈസ പോയിട്ടുണ്ടാ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ചോദിക്കുക, അത്രയൊക്കെ ചോദിച്ചാൽ മതി. എന്നിട്ട് ആള് വരണില്ല നിൽക്കുക. എന്നാൽ അത് അവൻ താൽക്കാലികമായിട്ട് അവനെടുക്കാം. പക്ഷേ എപ്പോഴാണോ ആള് തിരിച്ചു വന്നത്, പിന്നെ അതിന്റെ തെളിവുമായി വന്നത്, അപ്പോൾ കൊടുക്കുകയും വേണം. ഒരു 100 റിയാലൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ എങ്കിലൊക്കെ വിളിച്ച് പറയേണ്ടി വരും. അപ്പൊ ആ സംഖ്യയുടെ തോതനുസരിച്ച്, അതിന്റെ വില അനുസരിച്ചാണ് ഈ പ്രചരണം നടത്തേണ്ടത്. ആ പിന്നെ സംഖ്യയുടെ തോതനുസരിച്ച് പ്രചരണം നടത്തി ആ കാലത്ത് അതൊരിക്കലും അവൻ ഉപയോഗിക്കാൻ പാടില്ല. ആ കാലം കഴിഞ്ഞാൽ അത് അവന് ഉപയോഗിക്കാം, താൽക്കാലികമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ എപ്പോൾ അതിന്റെ ഉടമസ്ഥൻ തിരിച്ചു വന്നാലും അയാൾക്ക് അത് തിരിച്ചു കൊടുക്കുകയും വേണം. അതാണ് മസല. അപ്പൊ നമ്മുടെ സ്ഥാപനങ്ങൾ കൊടുത്തു നിൽക്കുക. കുറെ കാലം വിളിച്ചു പറഞ്ഞ് ഇയാൾ ആളൊന്നും വരണില്ല നിൽക്കുക, അങ്ങനെ സ്ഥാപനത്തിന് കൊടുത്തു നിൽക്കുക. തരക്കൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് ആള് വന്നു. അപ്പൊ അയാളോട് പറയാൻ പറ്റില്ല, എന്ത് അത് ഞാൻ കുറെ വിളിച്ചു പറഞ്ഞ് വരണ കണ്ടില്ല, അങ്ങനെ ഞാൻ ഇന്ന സ്ഥാപനത്തിന് കൊടുത്തു തരാല് പറ്റൂല. എനിക്ക് സ്ഥാപനത്തിന് കൊടുത്താൽ എനിക്ക് സാധനം തരണം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം അയാൾക്ക്. അയാളുടെ പിന്നെ സംഖ്യ, അയാളെ പൈസ കൊണ്ട് സെർക്ക ചെയ്യാൻ ഇവനല്ലല്ലോ, അയാളല്ലേ. അപ്പൊ അയാൾ എപ്പോഴാണ് തിരിച്ചു വന്നെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് അതിന്റെ മസല. അങ്ങനെയാണ്.
അതുപോലെ ഹറമിൽ വെച്ച് നമ്മുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടു, പകരം കുമാമയിലേക്ക് തള്ളുന്ന ചെരുപ്പ് നമുക്ക് എടുക്കാമോ? അത് പറ്റും. ഹറമിൽ നിന്ന് നമ്മളെ ചെരുപ്പൊക്കെ നഷ്ടപ്പെട്ടു, പിന്നെ ഹറമിൽ എന്താ ചെയ്യണത്? പിന്നെ അടിച്ചു വരുന്ന സമയത്തില്ലേ അതൊക്കെ പാടെ വാരി പോയിട്ട് കുമാമയെ കൊണ്ടിടാൻ നിൽക്കുക. എന്നാല് പിന്നെ പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തള്ളുമായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ചെരുപ്പ് പോയിട്ടില്ലെങ്കിൽ ശരി, അത് ആവശ്യക്കാർക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം അത് വെറുതെ നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ദുആ ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉഖ്റവിയ ജീവിതം സുഖാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സ്വാലിഹ അമലുകൾക്ക് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ അനുജന്റെ വിസ ഉറൂബിലാണ്. കഫീലുമായി സംസാരിച്ചു, ഉറൂബ് നീക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ചെയ്യുന്നില്ല. വളരെ വിഷമത്തിലാണ്. ഉറൂബ് മാറ്റി എക്സിറ്റ് അടിച്ചു കിട്ടാൻ ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിഷയം നല്ല രീതിയിൽ പരിഹരിച്ചു തരട്ടെ. ഏറ്റവും ഖൈറായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം പരിഹരിച്ചു തന്ന് നിങ്ങൾക്ക് സന്തോഷവും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഭാര്യ ഇന്ന് നാട്ടിൽ പോവുകയാണ്. 7 മണിക്ക് റൂമിൽ നിന്ന് പോകും. റൂമിൽ നിന്ന് തന്നെ മഗ്രിബിനോട് ഇശായെ മുന്തിച്ച് ജമാക്കാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തിന് PM-ലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ അത് വായിച്ചത് വേറെ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. റൂമിൽ നിന്ന് ജമാക്കാൻ പറ്റൂല. കാരണം ജമാക്കുക എന്നുള്ളത് യാത്രക്കാർക്കുള്ളതാണത്. ഒരാൾ യാത്രക്കാരനാണെങ്കിൽ അയാളെ വീട് നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രം പോരാ, അയാൾ താമസിക്കുന്ന മഹല്ലിന്റെ അതിർത്തിയും വിട്ട് കടക്കണം, എന്നാലേ അയാൾ യാത്രക്കാരനാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചോ, നിങ്ങൾ താമസിക്കുന്ന മഹല്ലിൽ വെച്ചോ നിങ്ങൾക്ക് ഖസ്റും ജംഉം ആക്കാൻ പറ്റൂല. താമസിക്കുന്ന മഹല്ലിന്റെ അതിർത്തിയും വിട്ടതിന് ശേഷമേ ഖസ്റും ജംഉം ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദുബായിലുള്ള ഒരാളാണ് നിൽക്കുക. അയാള് ദുബായിൽ ഇപ്പൊ ഉദാഹരണം കറാമയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് നിൽക്കുക. അപ്പൊ അയാൾക്ക് പിന്നെ കറാമയിലെ ആളെ റൂമിൽ വെച്ചോ, അല്ലെങ്കിൽ കറാമ എന്ന് പറയുന്ന ആ മഹലിൽ വെച്ചോ അയാൾക്ക് ജംഉ നോക്കാൻ പറ്റില്ല. കറാമയുടെ അതിർത്തി കടന്നു നിൽക്കുക. കറാമയുടെ അതിർത്തി വിട്ട് കടന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് മഗ്രിബും ഇശായും കൂടി ജംഉഅത്ത് നിസ്കരിക്കുക, കണ്ടു പോവുക. അതല്ലാതെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മഹലിൽ നിന്നോ പറ്റുകയില്ല. പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് ഹനഫികൾക്ക് ഉണ്ടോ? കാരണം പള്ളി ഇമാം തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ പ്രസംഗം നിർത്താതെ തുടരുന്നു. അതെനിക്കറിയില്ല. ഹനഫി മദ്ഹബ് എന്താണെന്ന വിഷയത്തിൽ എനിക്കറിയില്ല. ഇവിടെ തുർക്കിയിൽ ഇമാം വെള്ളിയാഴ്ച ബാങ്കിന് മുമ്പ് പ്രസംഗം തുടങ്ങുന്നു. പിന്നെ 2ാം ബാങ്കിന് വേണ്ടി മാത്രമേ നിർത്തുകയുള്ളൂ. 1ാം ബാങ്ക് മുക്കറി കൊടുക്കുമ്പോൾ പുറത്തേക്ക് മാത്രമേ ശബ്ദം ഉണ്ടാകൂ, എങ്കിലും അകത്തും കേൾക്കും. ഇതിപ്പോ ഈ തുർക്കിയിൽ ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ നിങ്ങളെ ഹുദവികളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ആ മസല ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയണല്ലേ. ഇപ്പൊ ഇനിയിപ്പോ ഹനഫി മദ്ഹബ് എന്താണ്, ഒരു ഹനഫി കിതാബ് നോക്കിയാ പോരെ. ഇവിടെ തുർക്കിയിൽ ഇമാം വെള്ളിയാഴ്ച ബാങ്കിന് മുമ്പേ പ്രസംഗം തുടങ്ങുന്നു. പിന്നെ 2ാം ബാങ്കിന്, ഏത് ബാങ്കിന് മുമ്പ്? പിന്നെ 2ാം ബാങ്കിന് വേണ്ടി മാത്രമേ നിർത്തുകയുള്ളൂ. 1ാം ബാങ്ക് മുക്രി കൊടുക്കുമ്പോൾ പുറത്തേക്ക് മാത്രമേ കേൾക്കാം, എങ്കിലും അകത്ത് കേൾക്കും. അതുകൊണ്ടൊന്നും വിഷയമില്ല. എന്താ പറയുക, മസാല സംബന്ധമായ വിഷയം ചിലപ്പോ ബാങ്ക് സഹിഹാവണമെങ്കിൽ എന്ത് മതി? ഒരാൾ കേട്ടാൽ മതി. ഒരാൾ കേൾക്കുന്ന ഉച്ചത്തിൽ കൊടുക്കണം, അത്രേ ഉള്ളൂ. ആ കൊടുക്കുന്ന ആളല്ലാതെ മറ്റൊരാളും കൂടിയും കേൾക്കത്തക്ക ഉച്ചത്തിൽ കൊടുക്കുക ജമാഅത്തിന്റെ ബാങ്ക്. എന്നാൽ ആ ജമാഅത്തിന്റെ ബാങ്ക് സഹിയാകുന്ന. അപ്പോ പുറത്തേക്ക് കൊടുക്കട്ടെ അകത്ത് കൊടുക്കട്ടെ, അതല്ല വിഷയം. പിന്നെ ഇല്ല, അത് തന്നെയാണ് സംഗതി വിഷയം. ബാങ്ക് കൊടുക്കുമ്പോഴേ സംസാരിക്കലെ കറാഹത്താണ്, ഹറാമൊന്നുമില്ല, കറാഹത്താണ്. സംസാരിക്കാതിരിക്കലാണ് സുന്നത്ത്. ആ ബാങ്ക് സംസാരിക്കാതെ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഉത്തരം നൽകലാണ് സുന്നത്ത്. അത്രേ ഉള്ളൂ. ഞാൻ ഹനഫി കിതാബ് ഇൻഷാ അല്ലാഹ് നോക്കാം. ഹനഫി കിതാബ് കാണാപ്പത്ത പണി. ഹനഫി കിതാബ് ഇപ്പൊ ഷാമിലില്ലേ, ഷാമിൽ തന്നെ മക്തബ് ഷാമിൽ തന്നെ ഉണ്ട്. പിന്നെ ഫിഖഹിന്റെ അവിടെ മാലിക്, ഹനഫി, മാലിക്കി, ഹംബലി, 4 മദ്ഹബുണ്ട്. ഇനി അതല്ലാത്ത മദാഹിബുൽ അർബഅന്റെ അതും ഉണ്ട്.
എന്താണ് ഫിഖ് ആം അല്ലെ, ഫിഖ് ആം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കാണാനില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ കണ്ടാൽ ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മൂത്രമൊഴിച്ചു അല്പം കഴിഞ്ഞാൽ ഒരു തുള്ളി പുറത്തു വരുന്ന ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. മൂത്രമൊഴിച്ച ശേഷം ടിഷ്യൂ പേപ്പർ വെച്ച് നമസ്കാരത്തിന് മുമ്പായി കളയലാണ് പതിവ്. പക്ഷേ ചിലപ്പോൾ കളയാൻ മറന്നു പോകും. നമസ്കാരത്തിനിടയിലോ അല്ലെങ്കിൽ ശേഷമോ ഓർമ്മ വന്നാൽ പിന്നെ എന്ത് ചെയ്യേണ്ടത്? ആ ടിഷ്യൂവിൽ മൂത്രമുണ്ട് എന്ന് ഉറപ്പായ നമസ്കാരം സഹിയാവുകയില്ല. ആ ടിഷ്യൂലേ നിങ്ങൾ ടിഷ്യൂ വെച്ച് പറഞ്ഞല്ലോ, അതിൽ മൂത്രം ഉറ്റി ഉണ്ട്, അതിൽ മൂത്രമുണ്ട് ഉറപ്പ് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്കാരം സഹിയാവുകയില്ല. കാരണം എന്താണ്? ആ മൂത്രം ഉറ്റുന്നതിനോട് കൂടി എന്റെ ഒതു മുറിഞ്ഞില്ലേ അല്ലേ? മൂത്രം ഉറ്റുന്നതിനോട് കൂടി ഒതു മുറിഞ്ഞ് അതിന് പറഞ്ഞ വാസ്തവത്തിന് നജസായി. അപ്പൊ അവന്റെ നിസ്കാരം ഒതുവില്ലാത്ത നിസ്കാരമാണ്, നജസോട് കൂടിയുള്ള നിസ്കാരമാണ്. അതേസമയത്ത് മൂത്രവാർച്ചക്കാരനാണ് നിൽക്കുക, എന്നാൽ നിങ്ങളുടെ മസല വേറെയാണ്. മൂത്രവാർച്ചക്കാരനാണ് എന്നാ പറ്റും. മൂത്രവാർച്ചക്കാരനാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു തുള്ളിയിട്ടാലും പോരാ. മൂത്രവാർച്ചക്കാരനായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിലേ ഒരാൾ ഒളു ചെയ്ത് വേഗം നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ആ നിസ്കാരം പൂർത്തിയാണതിന് മുമ്പായിട്ട് അവന് വീണ്ടും മൂത്രം മുറ്റും. അങ്ങനത്തെ രോഗിയാണ് അവൻ. അങ്ങനത്തെ ആളാണെങ്കിൽ ഒരിക്കലും ഒളു ചെയ്ത് നിസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മൂത്രം ഉറ്റാതെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കൂല. അങ്ങനത്തെ വ്യക്തിയാണ്. അപ്പൊ അവന് മൂത്രവാർച്ചക്കാരനായിട്ട് പരിഗണിക്കപ്പെടും. മൂത്രവാർച്ചക്കാരനാണെങ്കിൽ എന്ത്, അവിടെ ചില നിബന്ധനകളുണ്ട്. അവൻ വഖത്ത് എത്തിയതിനു ശേഷമേ ഒളു ചെയ്യാൻ പറ്റുള്ളൂ. നിസ്കാരത്തിന്റെ വക്താണതിന് മുമ്പ് തന്നെ ഒളു ചെയ്യാൻ പറ്റൂല. ആ വക്ത് എത്തിയതിനു ശേഷം, ബാങ്ക് കൊടുത്തതിന് ശേഷം ശരിക്ക് കഴുകി വൃത്തിയാക്കുകയും പിന്നെ ശരിക്ക് വെച്ച് കെട്ടി ഭദ്രമാക്കുകയും വേണം. ടിഷ്യോ മറ്റെന്തിലൊക്കെ വെച്ചിട്ട് ശരിക്ക് നല്ല ഭദ്രമാക്കണം അവിടെ. എന്നിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒളു ചെയ്യും, പെട്ടെന്ന് ഒളു നിസ്കരിക്കുകയും വേണം. ഒളു ചെയ്തെങ്കിൽ അവിടെ ഇവിടെ നടക്കാനും പറ്റൂല. ഒരുത്ത ഉടനെ തന്നെ വേഗം നിസ്കരിക്കുകയും വേണം. അതിന്റെ ഇടയിൽ മൂത്രം വെച്ച് നിൽക്കുക, അത് അസുഖമുണ്ട്. നിസ്കാരം സഹിയാണ്, അതാണ് അതിന്റെ കണക്ക്. അതേ സമയത്ത് അങ്ങനത്തെ ആളൊന്നല്ല, മൂത്രം ഒഴിച്ച് ഇടക്കൊക്കെ പിന്നെ ഉറ്റും, അങ്ങനത്തെ ഇതാണ്. എന്നാൽ പലപ്പോഴും ഉറ്റാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ആളാണ് ഞാൻ മൂത്രവാർച്ചക്കാരനായിട്ട് പരിഗണിക്കപ്പെടൂല. അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ പിന്നെ അങ്ങനെ ടിഷ്യൂ വെച്ച് അതിൽ മൂത്രം ഉറ്റിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഒളു മുറിയും. പിന്നെ അതിൽ നജസാണെങ്കിൽ നജസായിട്ടുണ്ട്, മൂത്രം നജസാണല്ലോ, അപ്പൊ ആ നജസോട് കൂടി സ്കെച്ച് സഹിയായിട്ടില്ല, ഒളു സ്കെച്ചും സഹിയായിട്ടില്ലല്ലോ. അപ്പൊ അത് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ വേഗം അവൻ പോയി ഒന്നുണ്ടാക്കുക. എപ്പോ ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ടിഷ്യൂ ഉണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടായാലോ കേട്ടാ. എപ്പോഴേ പ്രശ്നമുള്ളൂ, ആ ടിഷ്യൂവിൽ മൂത്രം മുറ്റിയിട്ടുണ്ട് എന്ന് അവൻ ഉറപ്പുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അതല്ലേ പ്രശ്നമൊന്നുമില്ല, അവൻ അനുസ്കരിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടാ? ഈ ചോദ്യം ചോദിച്ച ആളുണ്ടെങ്കിൽ PM എസ് അടിച്ചാണ്. ഉണ്ട്. അപ്പൊ സംഗതി പറഞ്ഞ മനസ്സിലാക്കണ, നിങ്ങൾ ഒളു ചെയ്തു, നിങ്ങൾ അവിടെ എന്ത് ചെയ്ത് മൂത്രം ഒഴിച്ചതിന് ശേഷം ടിഷ്യൂ അവിടെ വെച്ചു, ഫാൻറ്റിന്റെ ഉള്ളിൽ ഷെഡിന്റെ ഉള്ളിലായിട്ട് ഒരു ടിഷ്യൂ അവിടെ വെച്ച്, എന്നിട്ട് നിങ്ങൾ ഒളു ചെയ്ത് നിസ്കരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ എന്ത്, ടിഷ്യൂ എടുത്തിട്ടില്ലല്ലോ എന്ന്. എന്നാൽ എപ്പോഴേ പ്രശ്നമുള്ളൂ, ആ ഒളു ചെയ്തതിന് ശേഷം മൂത്രം മുറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിൽക്കുക, എന്നാലേ പ്രശ്നമുള്ളൂ. ഉറപ്പില്ലെങ്കിലോ ഒരു പ്രശ്നമില്ല, നിങ്ങൾ നമസ്കാരം പൂർത്തിയാക്കുകയും ചെയ്യാം. മനസ്സിലാക്കണ? ഈ പറഞ്ഞ മനസ്സിലാക്കണം നിങ്ങൾക്ക്. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പള്ളിയിൽ ജമാഅത്ത് തുടങ്ങിയാൽ സുന്നത്ത് നിസ്കാരം മുറിക്കാൻ പറ്റുമോ? സുന്നത്ത് നിസ്കാരം അവിടെ അതിന്റെ വിഷയം. ജമാഅത്ത് തുടങ്ങി എന്ന് വെച്ചാൽ ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു. ഇവൻ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം അവൻ വേഗം പൂർത്തിയാക്കുക. അതാണ് വേഗം 2 റക്അത്ത് പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക, ജമാഅത്ത് തുടരാൻ വേണ്ടി ശ്രമിക്കുക. അതാണ്. ഇനി അവൻ നിയ്യത്ത് വെച്ച് 2 റക്അത്തിനേക്കാൾ കൂടുതൽ 4 റക്അത്ത് ഒന്നിച്ച് സുന്നത്ത് നിസ്കരിക്കാൻ ഒരാൾ നിയ്യത്ത് വെച്ച് നിൽക്കുക. അങ്ങനല്ല, അങ്ങനെ നിസ്കരിക്കാമല്ലോ അല്ലേ? സുന്നസ്കാരം 4, 6, 8, 10 ഒക്കെ ആയിക്കൂടെ. ഓൻ എന്ത് ചെയ്ത് 4 2 കൂടുതൽ റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനാണ് നിയ്യത്ത് വെച്ചത്.
മൂന്നാമത്തെ റക്കായത്തിലേക്കാണ് എഴുന്നേറ്റ് നിന്നിട്ടില്ല നിൽക്കുക. എന്നാൽ 2 റക്കായത്തിൽ ചുരുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കരുത്. പിന്നെ 2 റക്കായത്ത് വേഗം ചുരുക്കി നിസ്കരിച്ചുകൊണ്ട് അവൻ വേഗം ജമാഅത്തിൽ തുടരുകയാണ് ഏറ്റവും നല്ലതാണ്. ഇനി അതല്ല, ഇനി നിസ്കാരത്തിനാണ് കൈയച്ചിട്ട് ആ ജമാഅത്ത് തുടർന്ന് നിൽക്കുക, എന്നാലും വിരോധമുള്ള കാര്യമല്ല. കാരണം സുന്നത്ത് നിസ്കരിക്കുന്ന ആള്, സുന്നത്ത് നോമ്പ് നോക്കുന്ന ആള്, അത് മുറിക്കാനുള്ള അധികാരം പൂർണ്ണമായും ആർക്കുണ്ട് എന്ന് സഹിഹായ ഹദീസിലുണ്ട്. അങ്ങനെ ഒരാൾ സുന്നത്ത് നോമ്പ് നോക്കാൻ നിൽക്കുക, അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാനിപ്പോ നോമ്പ് നോക്കണില്ല, ഞാൻ അത് ഒഴിവാക്കുകയാണ് എന്ന് വെച്ചിട്ടാണ് നോമ്പ് മുറിക്കാൻ വിരോധമില്ല. ഈ സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്, ഞാനിപ്പോ നിസ്കാരം പൂർത്തിയാക്കണില്ല എന്നും അവന് പിന്നെ തീരുമാനിക്കാവുന്നതാണ്. അതുകൊണ്ട് വിരോധമില്ല. നേരെ ഫർദ് നിസ്കാരത്തിന്റെയും ഫർദ് നോമ്പിന്റെയും സ്ഥിതി അതല്ല, അങ്ങനെ മുറിക്കാൻ പാടില്ല. പക്ഷെ അപ്പൊ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ഏറ്റവും നല്ലത് ഇതാണ്, ആ 2 റക്അത്ത് വേഗം പൂർത്തിയാക്കിക്കൊണ്ട് ആ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ തുടരുകയാണ് ഏറ്റവും നല്ലത്. ഇനി അതെല്ലാം നിസ്കാരം ആ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ചുകൊണ്ട് ഫർദ് നിസ്കാരത്തിൽ കൂടുന്നത് കൊണ്ടും വിരോധമില്ല. പിന്നെ ഉസ്താദ്, നല്ല നടുവേദനയുണ്ട്, ദുആ ചെയ്യുക, ജോലിക്ക് പോയിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങൾക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് സുഖമില്ല ഉസ്താദ്, ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. റേഡിയോ ശ്രോതാവിന്റെ ചോദ്യമാണ്, അയൽവാസിയുടെ ഭൂമി വേണം എന്ന് പറഞ്ഞ് കച്ചവടം ആക്കി. മൊത്തം വില 15 ലക്ഷം. 5 ലക്ഷം അഡ്വാൻസ് കൊടുത്തു. 1 വർഷം കഴിഞ്ഞ ശേഷം ഭൂമി വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. 5 ലക്ഷം തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ പൈസക്ക് സക്കാത്ത് കൊടുക്കണോ? എന്താണ് ചോദ്യം? എന്താണ് നോക്കട്ടെ. അയൽവാസിയുടെ ഭൂമി വേണം എന്ന് പറഞ്ഞ് കച്ചവടം ആക്കി. മൊത്തം 15 ലക്ഷം റുപ്യ. 5 ലക്ഷം റുപ്യ എന്ത് ചെയ്ത് അഡ്വാൻസ് കൊടുത്തു. 1 വർഷം കഴിഞ്ഞ ശേഷം ഭൂമി വിൽക്കുന്നില്ലെന്ന് പറഞ്ഞു 5 ലക്ഷം തിരിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ 1 വർഷം അവന് 5 ലക്ഷം ഉറുപ്പ്യ അല്ലെ? 5 ലക്ഷം ഉറുപ്പ്യ അവന്റെ ഉടമസ്ഥതയിലുള്ള 5 ലക്ഷം. ആ കച്ചവടം, അവിടെ വേറെ വിഷയമുണ്ട്. ഭൂമി കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുക. അങ്ങോട്ട് കച്ചവടക്കാക്കിയിട്ട് അതിന് അഡ്വാൻസ് കൊടുത്തു. ആ അഡ്വാൻസ് 5 ലക്ഷം റുപ്യ അങ്ങോട്ട് കൊടുത്താൽ അത് അയാളുടെ ഉടമസ്ഥതയിലാണ് പിന്നുള്ളത്. ആരുടെ ഉടമസ്ഥയിലാണ്? ആ 5 ലക്ഷം റുപ്യ അയാളുടെ പൈസ അല്ല, അത് പിന്നെ ഭൂമിയുടെ ഉടമസ്ഥനല്ലോ, അയാളുടെ പൈസയാണ്. പിന്നീട് 1 വർഷം കഴിഞ്ഞ ശേഷം കച്ചവടം ഒഴിയാണ്. ആ 1 വർഷം കഴിഞ്ഞ ശേഷം കച്ചവടം ഒഴിഞ്ഞ് ആ പൈസ തിരിച്ചിട്ടാണ്. പിന്നീട് ആ ഒരു വർഷം കൂടിയും ആ പൈസ ആൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമുള്ളൂ. ആ വർഷം ആ പൈസക്ക് സക്കാത്ത് ഇല്ല. കാരണം അയാൾ ആ 5 ലക്ഷം റുപ്യ അയാളുടെ പിന്നെ ഉടമസ്ഥതയിലല്ല ആ 1 വർഷം ഉള്ളത്. പിന്നെയോ അത് അയാൾ ഭൂമി കച്ചവടം ചെയ്തതാണ്. ആ കച്ചവടം സഹിഹായതാണ്. എന്നിട്ട് അതിന്റെ ഉടമസ്ഥന്, ആ ഭൂമിയുടെ ഉടമസ്ഥന് ആ പൈസ കൊടുത്തതാണ്. പിന്നീട് 1 വർഷം കഴിഞ്ഞ ശേഷം അയാൾ കച്ചവടം ഒഴിഞ്ഞതാണ്. പിന്നെ അപ്പോ അതിന്റെ സക്കാത്ത് അയാൾ കൊടുക്കേണ്ടതില്ല. ആ വർഷത്തെ സക്കാത്ത് അയാൾ കൊടുക്കേണ്ടതെന്നർത്ഥം. പിന്നെ ഉസ്താദെ, ഒരു സംശയം ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു, ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല. വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ സ്വലാത്ത് ദിക്റും ചൊല്ലാമോ? അതൊക്കെ പറ്റും. വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലാം, ദിക്ർ ചെല്ലാം, മറ്റു ഔറാദുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെല്ലാം. അതുകൊണ്ട് വിരോധം. ഖുർആൻ എന്ന കരുത്തോടു കൂടി ഓതാൻ പാടില്ല, അത്ര മാത്രമേ ഉള്ളൂ. വലിയ അശുദ്ധിക്കാർക്ക് ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ എന്ന കരുത്തോടു കൂടി ഓതാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതേസമയത്ത് ദിക്റുകൾ ചെല്ലാം, സ്വലാത്ത് ചെല്ലാം, ഹദ്ദാദ് ചെല്ലാം. ഹദ്ദാദ് ചെല്ലുമ്പോൾ അതിന്റെ ആദ്യത്തിൽ ഫാത്തിഹ ഉണ്ടല്ലേ, ഫാത്തിഹ ഉണ്ട്, പിന്നെ അവസാനം ഫാത്തിഹകൾ അതൊക്കെ ചെല്ലാം. അത് ഖുർആൻ എന്ന കരുത്തോടു കൂടിയല്ല, ഹദ്ദാദിലെ ഒരു ദിക്ർ എന്ന കരുത്തോടു കൂടി അതും ചെല്ലാം. പിന്നെ ഷോക്സിന്റെ മുകളിൽ തടവിയാൽ വുളു സഹിയാവുകയില്ല. ഷോക്സിന്റെ മുകളിൽ തടവിയാൽ വുളു സഹിയാവുകയില്ല. പിന്നെ ഉസ്താദെ, മലയാളം സെറ്റ് ചെയ്ത് വെച്ചതിനാൽ പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. മാത്രമല്ല റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തതും പ്രശ്നമായി. ഉസ്താദ് സാരല്ല, പോട്ടെ. നേരത്തെ ഓക്കെ അടിച്ചതിനെ കുറിച്ചാ പറഞ്ഞല്ലേ, സാരല്ല.
ഏതായാലും ശരി, ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും സംഗതി ഇതിന് വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ മഹലായ ഫضل കൊണ്ട് അള്ളാഹു നൽകുകയും അത് മീസാനിൽ വലിയ ഭാരമുള്ള അമലായി അള്ളാഹു കബൂൽ ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരൊക്കെ എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ആ കാര്യം അള്ളാഹു തആല അവന്റെ മഹലായ ഫضل കൊണ്ട് നിറവേറ്റി കൊടുക്കട്ടെ. പിന്നെ അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പ്രസവിക്കാരായ സ്ത്രീകൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് അവിടെ പ്രസവം അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ, സുഖമാക്കി കൊടുക്കട്ടെ. അവരുടെ പ്രസവത്തിൽ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകുകയും ആ മക്കളെ കൊണ്ട് അള്ളാഹു കുടുംബത്തിനും ദീനിനും വലിയ ഉപകാരം നൽകുകയും ചെയ്യട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കട്ടെ, ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അള്ളാഹുന്റെ ത്വാഅത്തിലേക്ക് കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടത്തിലും ജോലിക്കാർക്ക് അവരുടെ ജോലിയിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ജോലിയില്ലാത്തവർക്ക് മാന്യമായ ഖൈറായ സന്തോഷകരമായ ജോലിയും അതിൽ അള്ളാഹു ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും ആ അമലുകളെ അള്ളാഹു നമ്മുടെ ഖബറിൽ നമുക്ക് തുണയായി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ